നിങ്ങളുടെ വീടുകളിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കാറില്ലേ? പക്ഷേ എത്ര പേരാണ് അത് ശരിയായിട്ട് രീതിയിൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ അബദ്ധങ്ങളിലൂടെയോ അതല്ലെങ്കിൽ നിങ്ങളുടെ അശ്രദ്ധ മൂലമോ ഇതിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം. പലപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാകാനുള്ള ഒരു 90% സാധ്യത ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കാണുമ്പോൾ ഉണ്ട്. ഇതൊരു പഴയ തവയാണ്. ഈ തവയുടെ സെൻറ്ററിൽ കണ്ടോ അതിൻ്റെ കോട്ടിങ് പോയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഈ കോട്ടിങ് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പോകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ചെറിയ മിസ്റ്റേക്കുകളിൽ നിന്ന് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഒരു 2 തവ നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ തവയാണ്. അല്ലെങ്കിൽ തവയായിരിക്കും, അല്ലെങ്കിൽ പാനായിരിക്കും. ഒക്കെ മിക്കവാറും വീടുകളിലും ഇതേ അവസ്ഥ തന്നെയായിരിക്കും. മിക്കവാറും അതിൻ്റെ കോട്ടിങ് പോയിട്ടുള്ള തന്നെയായിരിക്കും. പക്ഷേ അത് എന്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള തവികളും കാര്യങ്ങളും ഒന്നും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇപ്പോഴും മരത്തിൻ്റെതായിട്ടുള്ള ചെറിയ തവികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് കിട്ടാറുണ്ട്. അത് മാത്രമേ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ശരിക്കുള്ളൊരു കാര്യം. പക്ഷേ പലപ്പോഴും നമ്മൾ സ്റ്റീലിൻ്റെ ആയിട്ടുള്ള ചട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരു പരിധി വരെ ഇതിനകത്ത് കോട്ടിങ് ഇളകി പോകാൻ കാരണം. രണ്ടാമത് നമ്മൾ അശ്രദ്ധമായിട്ട് മറ്റൊരു കാര്യമുണ്ട്. ഇത് ചൂടാണോ? കാരണം നമ്മളിൽ നിന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ദോശയൊക്കെ ചൂടാൻ നേരത്ത് നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ നമ്മൾ ദോശക്കല്ലിൽ കൊണ്ട് നമ്മൾ വെള്ളം തളിക്കുന്നവർ ഇതിൻ്റെ മണ്ട കൊണ്ട് വെള്ളം തളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് പോകും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടോടെ തന്നെ ഇത് കഴുകിയാൽ നമ്മളിത് ആവശ്യം കഴിഞ്ഞു പെട്ടെന്ന് കൊണ്ട് നമ്മളത് വെള്ളത്തിലേക്ക് പൈപ്പിൻ്റെ അടിയിലോട്ട് ഒഴിച്ച് പിടിച്ച് കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തും ഇതിൻ്റെ കോട്ടിങ്ങും ഇതിൻ്റെ ബേക്കിലെ സ്റ്റീലിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗമല്ലേ അതൊക്കെ നമുക്ക് ഇളകി പോകാൻ വേണ്ടിയിട്ട് സാധ്യത കൂടുതലാണ്. അപ്പം അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് കോട്ടിങ് പോയിട്ടുള്ള പാത്രങ്ങൾ വെച്ച് യൂസ് ചെയ്യുന്ന അത്ര ശരീരത്തിന് നല്ലതുമല്ല, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.